ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LNT. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആ പുതിയ സംഖ്യകൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ള കുറേ സംഖ്യകളെ നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടാം. ആദ്യമായിട്ട് പഠിച്ചിട്ടുള്ളത് നാച്ചുറൽ നമ്പേഴ്സ്. അതാണ് എല്ലാവരും ആദ്യമായിട്ട് പഠിക്കുന്ന നമ്പർ ആണ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ അഥവാ നിസ്സർഗ സംഖ്യകൾ എന്ന് പറയും. 1, 2, 3 ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. ഇതിൻ്റെ മുന്നിൽ ഒരു 0 കൂടെ വരുമ്പോൾ അതെന്തായിട്ട് മാറും? ഹോൾ നമ്പേഴ്സ് ആയിട്ട് മാറും. ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0, 1, 2, 3 ഇങ്ങനെ പോകും. അടുത്തത് ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യം നെഗറ്റീവ് -4, -3, -2, -1, 0, 1, 2, 3 ഇങ്ങനെ പോകും. അതായത് കുറഞ്ഞ് വന്ന് അത് കൂടി പോവുക. അതായത് നെഗറ്റീവിൽ നിന്ന് തുടങ്ങി പോസിറ്റീവിലേക്ക് പോകുന്നു. ഇവിടെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ഒരുപാട് അങ്ങോട്ട് പുറകിലോട്ട് പോവും, ഇത് ഒരുപാട് മുന്നിലോട്ട് പോവും. അതാണ് ഡാഷ് ഇട്ട് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് റാഷണൽ നമ്പേഴ്സ്. എന്താണ് റാഷണൽ നമ്പേഴ്സ്? ഇതും പഠിച്ചിട്ടുള്ളതാണ്. റാഷണൽ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് p/q where q not equal to 0. എന്താണ് p/q എന്ന ഫോമിൽ എഴുതാൻ കഴിയുന്ന എല്ലാം റാഷണൽ നമ്പർ ആണ്. അതായത് റാഷണൽ നമ്പേഴ്സിന് പറയുന്ന പേര് തന്നെ ഭിന്നങ്ങൾ. അപ്പോൾ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ കഴിയുന്ന എല്ലാ സംഖ്യകളും റാഷണൽ നമ്പേഴ്സിൽ പെടും. അപ്പോൾ വാട്ട് അബൌട്ട് നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് ഓൾ റാഷണൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ ഇതാണ്ട് ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ കഴിയും. ഒരു എക്സാമ്പിൾ 2 എടുക്ക്. 2 can be written as 2/1 or 18/9, that is also 2, or 6/3, that is also 2. അപ്പം നാച്ചുറൽ നമ്പേഴ്സിനെ എല്ലാം നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാൻ കഴിയും. ഹോൾ നമ്പേഴ്സിനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാൻ കഴിയും. ഇൻറ്റീജേഴ്സിനെ ഇതുപോലെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാൻ കഴിയും. പിന്നെ ഈ ഫ്രാക്ഷനെ എല്ലാം നമുക്ക് ഡെസിമൽ ആക്കിക്കൂടെ? അപ്പം 2/10 റാഷണൽ നമ്പറാണ് അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു 0.2. ഇതൊരു ഡെസിമലാണ് അല്ലേ. 25/50 ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 1/2. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതുകയാണെങ്കിൽ എത്ര വരും? 50/100 ഈക്വൽ 0.5. ഇതെല്ലാം എന്താണ്? ഡെസിമലാണ്. ഈ ഡെസിമൽ എല്ലാം എന്താണ്? ടെർമിനേറ്റിംഗ് ആണ്. ദീസ് ഡെസിമൽസ് ആർ കോൾഡ് ടെർമിനേറ്റിംഗ് ഡെസിമൽസ്. അവസാനിക്കുന്നതാണ്. ആവർത്തിക്കുന്നില്ല, അവസാനിക്കുന്നത്. ഇനി വേറൊരു തരമുണ്ട് ആവർത്തിക്കുന്ന ഡെസിമൽ. 0.3/10, 0.3. പക്ഷേ 3/10 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം 3 3s 9, 1.333 എന്ന് പോകും. അപ്പം 0.333 എന്ന് പോകുന്നതും എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ. ഇത് റാഷണൽ നമ്പേഴ്സിൽ പെടും. പിന്നെ 0.1666 അല്ലെങ്കിൽ 67 ഇങ്ങനെ 2 ഡിജിറ്റ് ആവർത്തിക്കുന്ന ദശാംശ സംഖ്യകളുമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്താ പറയുന്നത്? ദശാംശ സംഖ്യകളാണെങ്കിലും ഇതെല്ലാം എന്താണ്? ആവർത്തിക്കുന്നതാണോ? അതെ, ആവർത്തിക്കുന്ന ദശാംശ സംഖ്യകളാണ്. അപ്പോൾ ഇത് അവസാനിക്കുന്ന ദശാംശ സംഖ്യകൾ, ഇത് ആവർത്തിക്കുന്ന ദശാംശ സംഖ്യകളുമാണ്. അപ്പോൾ p/q രൂപത്തിൽ എഴുതാൻ പറ്റാത്ത സംഖ്യകളെയാണ് നമ്മൾ എന്താ പറയുക? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇവിടെ ഇറാഷണൽ നമ്പേഴ്സ് p/q എന്ന ഫോമിൽ എഴുതാൻ പറ്റാത്ത എല്ലാം ഇറാഷണൽ നമ്പേഴ്സ് ആണ്. എക്സാമ്പിൾ √2, √3, √5, √7, π ഇതെല്ലാം ഇറാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിൽ
റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q ഫോമിൽ എഴുതാൻ കഴിയുന്നത്. ഇവിടെ നോക്കിയേ, √2ൻ്റെ സ്ഥാനം എവിടെ വരും നോക്കിയേ. √1 is 1, √4 is 2. അപ്പോൾ √2ഉം √3ഉം 1നും 2നും ഇടയ്ക്കായിരിക്കും. അങ്ങനെ നമ്മൾ √2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് 1.41421 ഇങ്ങനെ കിട്ടും. ഇതിനെ നമുക്ക് അവസാനിക്കുന്നില്ല, ആവർത്തിക്കുന്നില്ല. ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് എഴുതാം. ഇങ്ങനെയാണ്, ഈ സൈനെയാണ് അപ്രോക്സിമേറ്റ് എന്ന് പറയുന്നത്. ഏകദേശമില്ല. നോടി കാണിച്ചു തരാം. ഉണ്ടോ? ഇങ്ങനെ എഴുതുന്നത് 1.414 കറക്റ്റഡ് ടു 3 ഡെസിമൽ പ്ലേസസ്. ഇതുപോലെ √3യുടെ വിലയും നമുക്ക് കിട്ടും. എന്താ? 1.73205 ഇങ്ങനെ പോകും. ഇതും അപ്രോക്സിമേറ്റ് വാല്യൂ കറക്റ്റഡ് ടു 3 ഡെസിമൽ പ്ലേസസ് 1.732 എന്ന് കിട്ടും. ഇതിന് 2ൻ്റെയും വാല്യൂ 1നും 2നും ഇടയ്ക്കല്ലേ? അതെ, ഡെസിമലാണ്, 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കാണ്. അപ്പോൾ ഈ ഡെസിമൽസ് ഒക്കെ എന്താണ്? നോൺ റിപ്പീറ്റിംഗ്, നോൺ റെക്കറിങ്, ആവർത്തിക്കുന്നില്ല, അവസാനിക്കുന്നില്ല. നോൺ ടെർമിനേറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നോൺ ടെർമിനേറ്റിംഗ്, അവസാനിക്കുന്നില്ല. നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിങ്, നോൺ റെക്കറിങ് ഡെസിമൽസ് ആർ ഇറാഷണൽസ്. ഇറാഷണൽസ് മനസ്സിലായോ? അതായത് അവസാനിക്കുന്നില്ല, ആവർത്തിക്കുന്നില്ല. ഇത്തരം ഡെസിമൽസിനെയാണ് നമ്മൾ എന്താ പറയുക? ഇറാഷണൽസ് എന്ന് പറയും. ഇറാഷണൽ നമ്പേഴ്സ്. ഇതിനെ ഒന്നും P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. റാഷണൽ നമ്പേഴ്സിനെ എല്ലാം P/Q ഫോമിൽ എഴുതാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത് പൈതഗോറസ് തിയറാണ്. ഈ തിയറിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അവബോധം ഉണ്ടായിരിക്കണം. ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്ന ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അതായത് മട്ടത്രികോണത്തിൽ മാത്രമേ പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഒരു കോൺ 90 ആകുമ്പോൾ മറ്റു 2 കോണുകളും എന്തായിരിക്കും? അതിനേക്കാൾ കുറവായിരിക്കും അല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 90, ഇത് മാത്രം 90. ഈ 90 ഡിഗ്രി കോണിന് എതിരെയുള്ള വശത്തിന് നമ്മൾ പറയുന്നതാണ് ഹൈപ്പോട്ടിന്യൂസ്. അതായത് കർണം എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയും? കർണം. ഇനി ഇതിനെന്താ പറയും? ബേസ്, അതായത് പാദം എന്ന് പറയും. ഇതോ ലംബം. ഈ 2 വശങ്ങളും ലംബവശങ്ങളാണ്, പരസ്പരം ലംബമാണ്. ഇതിനെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയും. ഓൾട്ടിറ്റ്യൂഡ്, ലംബം. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു പേര് കൊടുത്താലോ? ഇതിന് A എന്നും ഇതിന് B എന്നും ഹൈപ്പോട്ന്യൂസിന് H എന്നും പേര് കൊടുത്താൽ പൈതഗോറസ് തിയറം എന്താണ് പറയുന്നത്? ഏറ്റവും നീളം കൂടിയ വശമല്ലേ കർണം. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ടിന്യൂസിന് ഞാൻ H എന്ന അക്ഷരം കൊടുത്തു. H സ്ക്വയർ ഈക്വൽസ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. അതായത് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഏറ്റവും നീളം കൂടിയ വശമാണ് കർണം. ഈ കർണത്തിൻ്റെ സ്ക്വയർ മറ്റ് 2 ചെറിയ വശങ്ങളുടെ സ്ക്വയറിൻ്റെ തുകയ്ക്ക് തുല്യമാണ്. ഇതിൻ്റെ സ്ക്വയറും ഇതിൻ്റെ സ്ക്വയറും കൂട്ടി കിട്ടുന്നത് ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും, കർണത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 വില അറിയാമെങ്കിൽ നമുക്ക് 3ാമത്തിൻ്റെ വില കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ H സ്ക്വയർ Aയും Bയും അറിയാമെങ്കിൽ H സ്ക്വയർ കണ്ടുപിടിക്കാം. Hഉം Bയും അറിയാമെങ്കിൽ A കണ്ടുപിടിക്കാം. പിന്നെ Hഉം Aയും അറിയാമെങ്കിൽ B കണ്ടുപിടിക്കാം. നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. H സ്ക്വയർ ഈക്വൽസ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. therefore H is equal to root of A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഇനി തിരിച്ച് A സ്ക്വയർ കണ്ടുപിടിക്കാനോ? A സ്ക്വയർ is equal to H സ്ക്വയർ
ഏതെങ്കിലും രണ്ടെണ്ണം അറിഞ്ഞാൽ മാത്രമേ മൂന്നാമത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയൂ. എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എച്ചും ബിയും തിരിഞ്ഞു പോരുത്. എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി അതുപോലെ ബി സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിലോ ബി സ്ക്വയർ ഈക്വൽസ് എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പം ബി സ്ക്വയർ ഈക്വൽസ് എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. Therefore ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പം എ കിട്ടി, എച്ച് കിട്ടി, ബി കിട്ടി. രണ്ടെണ്ണം, ഏതെങ്കിലും രണ്ടെണ്ണം അറിയാമെങ്കിൽ നമുക്ക് മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ കഴിയും. ഇതാണ്. ഇനിയുള്ള കണക്കുകൾ നമുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് നല്ലപോലെ മനസ്സിലാക്കി ഇരിക്കണം. ഈ ചിത്രത്തിലൊരു സ്ക്വയർ ആണ് കാണുന്നത്. എല്ലാ സൈഡും ഈക്വൽ ആണ്. സ്ക്വയറിൻ്റെ എല്ലാ ആംഗിളും 90 വീതമായിരിക്കും. ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. ഈച്ച് 90 ഡിഗ്രി. സൈഡ്സ് ആർ ഈക്വൽ. ഈച്ച് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഏരിയ ഈക്വൽസ് സൈഡ് ഇൻറ്റു സൈഡ് ഈക്വൽസ് 1 ഇൻറ്റു 1 ഈക്വൽസ് 1. സെൻറ്റിമീറ്റർ ആണ് എടുത്തുകൊണ്ട് 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എഴുതാം. മീറ്റർ ആണെങ്കിൽ മീറ്റർ, സ്ക്വയർ യൂണിറ്റ്സ് ആണെങ്കിൽ സ്ക്വയർ യൂണിറ്റ് യു ക്യാൻ റൈറ്റ്. ഓക്കെ. നൗ ഡയഗണൽ ലെങ്ത് ഇവിടെ നോക്കിക്കേ. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഡയഗണൽ കണ്ടുപിടിക്കാം. ഇത് റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിൾ, ഇത് ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് വരും അല്ലേ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് ഡയഗണലാണ് അല്ലേ. ഡയഗണൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ബേസും ഹൈറ്റും എല്ലാം 1 തന്നെയാണ്. അപ്പോൾ 1 സ്ക്വയർ ഈസ് 1. 1 സ്ക്വയർ ഈസ് 1 പ്ലസ് 1 2. ഡയഗണൽ സ്ക്വയർ 2 ആണെങ്കിൽ ഡയഗണൽ ഈക്വൽസ് റൂട്ട് ഓഫ് 2. റൂട്ട് 2 ആണ് നമുക്ക് കിട്ടുന്നത്. ഡയഗണലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് 2. ഇവിടെ നമുക്ക് റൂട്ട് 2 എന്ന് കിട്ടും. ഈ റൂട്ട് 2 ഒരു സൈഡായിട്ട് വെച്ച് നമ്മൾ വേറൊരു സ്ക്വയർ വരച്ചിരിക്കുകയാണ്. ഇത് 1 1 ഇതെല്ലാം 1 ആണ്. ഇത് നമുക്ക് റൂട്ട്. അപ്പോൾ റൂട്ട് ഒരു സൈഡായിട്ട് നമ്മളൊരു സ്ക്വയർ വരച്ചിരിക്കുന്നതാണ്. റൂട്ട് 2. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? സൈഡ് ഇൻറ്റു സൈഡ് മീൻസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഈസ് 2. അല്ലെങ്കിൽ റൂട്ട് ഓഫ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഏരിയ ഈക്വൽസ് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ. ഈ രണ്ട് സ്ക്വയറും കമ്പയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ചെറിയ സ്ക്വയറിൻ്റെ ഏരിയയുടെ 2 മടങ്ങാണ് വലിയ സ്ക്വയറിൻ്റെ ഏരിയ. അതായത് ഏരിയ ഓഫ് ബിഗർ സ്ക്വയർ ഈസ് ട്വൈസ് ദ ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ. നോക്കിക്കേ, നമ്മളിത് റഫായിട്ട് വരച്ചതാണ്. അപ്പം ഇത് ആദ്യത്തെ സ്ക്വയർ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ. വലിയ സ്ക്വയറിൻ്റെ ഏരിയ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതെങ്ങനെയാണ് നമ്മൾ വരച്ചത്? ഇവിടെ ഡയഗണൽ വരച്ചു, ഡയഗണലിൻ്റെ മെഷർ കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മളൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിനെ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. 2 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഈ വലിയ സ്ക്വയറിന് നമുക്ക് എത്രയാക്കി ഡിവൈഡ് ചെയ്യാം? ഇത് ഇവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 4 ഈക്വൽ ട്രയാങ്കിൾസ് കാണും അല്ലേ. 4 ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പം ആദ്യത്തേൽ 2 ഈക്വൽ ട്രയാങ്കിൾസ്, ഇവിടെ 4 ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പം ഏരിയയിലുള്ള വ്യത്യാസം നോക്കിക്കേ. 2 ആയിരുന്നപ്പോൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ, 4 ആയപ്പോൾ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി 6 ആകുമ്പോഴോ അതുപോലെ നമുക്ക് എന്താണ് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സമയദൂരം വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം നോടി പറഞ്ഞു തരാം. ആദ്യം 1 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന ഇവിടെ 90 ഡിഗ്രി പ്രൊട്രാക്റ്റിൽ എടുത്തിട്ട് 1 സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് റൂട്ട് 2.
ഇത്രയും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി ബാക്കി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനി ബാക്കി ചെയ്യാൻ ഇതുണ്ട്. ഈ √2ൻ്റെ ലെങ്ത് കോമ്പസിലെടുക്കുക. √2ൻ്റെ ലെങ്ത് കോമ്പസിലെടുത്തിട്ട് ഇതാ ഇങ്ങനൊരു വര വരയ്ക്കുക. ഇവിടെ വെച്ചിട്ട് അവിടെയും വേറൊരു വര വരയ്ക്കുക. മനസ്സിലായോ? √2ൻ്റെ ലെങ്ത് കോമ്പസിലെടുത്തിട്ട് വരയ്ക്കുക, ആർക്ക് വരയ്ക്കുക. ഇവിടെ വെച്ചിട്ടും ആർക്ക് വരയ്ക്കുക. പിന്നെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി എടുത്തിട്ട് ലൈൻ വരയ്ക്കുക. 90 ഡിഗ്രി വെച്ചിട്ട് ലൈൻ വരയ്ക്കുക. ഇവിടെ അതുപോലെ പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി ലൈൻ വരയ്ക്കുക. ഇവിടെയും 90 ഡിഗ്രി ലൈൻ വരയ്ക്കുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ കിട്ടും. അതിൻ്റെ എല്ലാ സൈഡും √2 ആയിരിക്കും. അതിൻ്റെ ഏരിയ എന്തായിരിക്കും? √2 × √2 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഏരിയ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു സമചതുരം വരയ്ക്കുന്നത്. ഇതുപോലെ നമുക്ക് ഏരിയ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഒക്കെ നമുക്ക് വരയ്ക്കാൻ കഴിയും. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് വരച്ചിരിക്കുന്നത്. എല്ലാ സൈഡും 2 സെൻറ്റിമീറ്റർ വീതം 2 to 2. ഈച്ച് ആംഗിൾ 60 ഡിഗ്രി 60 60 60. ഇതിൽ നിന്ന് ഒരു ഭാഗം ഞാൻ എടുക്കുകയാണ്. ഇങ്ങോട്ടെടുത്ത് വരച്ച് അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ട്സ് ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആവുന്ന ഇവിടെ എത്ര വരും? 1 വരും അല്ലേ. ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് എത്ര? 2 അല്ലേ. ഹൈപ്പോട്ടിന്യൂസ് 2. ഇത് ഓൾട്ടിറ്റ്യൂഡാണ്. ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണം എടുത്തിട്ട് അതിൽ ലംബം വരച്ചിരിക്കുന്നത് ഓൾട്ടിറ്റ്യൂഡ്. അപ്പം ഓൾട്ടിറ്റ്യൂഡ് ബൈസെക്ട് ദ ഓപ്പോസിറ്റ് സൈഡ്. ബൈസെക്ട് രണ്ടായിട്ട് ഗണിക്കുന്നതുകൊണ്ട് ഇത് ഓരോരോ സെൻറ്റിമീറ്റർ വീതം ആയിരിക്കും. അതിൽ ഈ ട്രയാങ്കിളിൽ 2 ഭാഗമാക്കി 2 ട്രയാങ്കിളാക്കി മാറ്റി 2 ഈക്വൽ ട്രയാങ്കിൾസ്. അതിൽ നിന്ന് ഒരു ട്രയാങ്കിൾ എടുത്ത് ഇങ്ങോട്ടെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് മെഷറൊക്കെ നമുക്ക് നോക്കാം. ഈ ആംഗിൾ എത്രയായിരിക്കും? 60 തന്നെ ആയിരിക്കും അല്ലേ. ഇത് എത്രയായിരിക്കും? 90 ആയിരിക്കും പെർപെൻഡിക്കുലർ. അങ്ങനെ ആകുമ്പം ഇവിടെ 60യെ ബൈസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എത്ര വരും? 30 വരും. അപ്പോൾ ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ? ഇവിടെ നമുക്ക് ഓൾട്ടിറ്റ്യൂഡാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് എത്ര? 2. 2 സ്ക്വയർ ഈക്വൽസ് ബേസ് എത്ര? 1. 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് ചെയ്യുന്ന ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കണ്ടുപിടിച്ചൂടെ? 4 ഈക്വൽസ് 1 പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. Therefore, altitude square is equal to 4 minus 1 is equal to 3. 4 ൽ നിന്ന് 1 പോയാൽ 3. അപ്പോഴാണ് ഓൾട്ടിറ്റ്യൂഡോ? Therefore, altitude equals √3. അപ്പം നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് എത്രയെന്ന് കിട്ടി? √3 കിട്ടി. പുറത്തോട്ട് എഴുതാം. Therefore, altitude equals √3. ഈ ഹൈറ്റ് നമുക്ക് √3 എന്ന് കിട്ടി. ഇനി ഏരിയ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു സമചതുരമാണ് വരയ്ക്കേണ്ടത്. 3 കിട്ടണമെങ്കിൽ ഒരു സൈഡ് എന്തായിരിക്കണം? √3 ആയിരിക്കണം. √3 × √3 ഈസ് 3. അതായത് സ്ക്വയർ ആകുമ്പം വശം ഗുണം വശം, സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഒരു സൈഡ് ഏരിയ 3 സെൻറ്റിമീറ്റർ, ഏരിയ ഈക്വൽസ് 3. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് ഇൻറ്റു സൈഡ് ഇവിടെ എഴുതാം. ഏരിയ ഈക്വൽസ് 3. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് ഈക്വൽസ് 3. Therefore, side square is equal to 3. അപ്പോൾ സൈഡ് എത്ര കിട്ടും? √3. അങ്ങനെയാണ് നമുക്കിവിടെ ഓൾട്ടിറ്റ്യൂഡ് √3 എന്ന് കിട്ടിയത്. ഇനി ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് √3 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് സമചതുരം വരച്ചൂടെ? നമുക്ക് എങ്ങനെയാ സമചതുരം വരയ്ക്കുക? ഈ √3
ലെങ്ത് കോമ്പസിലെടുക്കുക. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെ അങ്ങോട്ട് നീട്ടി വരയ്ക്കുക. നമ്മൾ ഫിഗർ ഇവിടെയാണ് വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ മുകളിലും നീട്ടി വരയ്ക്കുക. സ്ട്രെയിറ്റ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ അറിയാത്തവർ 90 ഡിഗ്രി കോമ്പസ് അല്ലെങ്കിൽ പ്രൊട്രാക്ടറിലെടുക്കുക. കോമ്പസിലെടുത്ത് 90 മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊട്രാക്ടറിലെടുത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ലെങ്ത് കോമ്പസിലെടുക്കുക. ആ ലെങ്ത് കോമ്പസിലെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ലെങ്ത് കോമ്പസിലെടുക്കുക. ഇവിടെ വെച്ച് ആ ലെങ്ത് കട്ട് ചെയ്യുക, ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും എന്തായിരിക്കും? √3 ആയിരിക്കും. ഓക്കെ, √3 ആയിരിക്കും. അപ്പോൾ ഏരിയ എത്ര കിട്ടും? √3 × √3 = 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അടുത്ത ബാക്കി പോർഷൻസുമായിട്ട് എക്സസൈസ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്ന